അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹ്. ഇന്ന് ഹറഫ ദിനമാണ്. ലോകത്തിൻ്റെ നാനാ ദിക്കുകളിൽ നിന്ന് ലക്ഷോപലക്ഷം ആളുകൾ ഹറഫയുടെ മൈതാനിയിൽ ഒരുമിച്ച് കൂടുമ്പോൾ നിങ്ങൾ ആലോചിച്ച് നോക്കണം, അവിടെ വർണ്ണങ്ങൾക്ക് അവിടെ സ്ഥാനമില്ല. പല ഭാഷകളിലുള്ള എല്ലാ ആളുകളും ഒരേ ഭാഷയെ കേന്ദ്രീകരിച്ചുകൊണ്ട് അള്ളാഹുവിലേക്ക് ദിക്റുകൾ ഉരുവിടുന്ന ഒരു നല്ല കാണാൻ ഭംഗിയാർന്ന ഒരു നിമിഷം. ഈ ദേശരാജ്യങ്ങളിൽ ഇന്ന് പെരുന്നാൾ ആഘോഷിക്കുമ്പോൾ നമ്മളൊക്കെ ഇന്ന് നോമ്പുകാരാണ്. അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ ഒക്കെ നോമ്പിനെ അള്ളാഹു കബൂലാക്കുമാറാകട്ടെ. നിങ്ങളാലും ആ ഹറഫയിലെത്താൻ വേണ്ടിയിട്ട് ആഗ്രഹിച്ചുകൊണ്ടാണ് ഒരുപാട് ഹാജിമാര് നമ്മളിൽ നിന്ന് ഹജ്ജിന് വേണ്ടിയിട്ട് പുറപ്പെട്ടത്. ഒരു മനുഷ്യൻ ഹജ്ജ് ചെയ്തുകൊണ്ട് തിരിച്ചു വരികയാണെങ്കിൽ, ഒരു മനുഷ്യനെ പ്രസവിക്കപ്പെട്ടു കഴിഞ്ഞാൽ ഏത് രൂപത്തിലാണോ ഉള്ളത് അതുപോലെ അവൻ്റെ പാപങ്ങളൊക്കെ അവനിൽ നിന്ന് കൊഴിഞ്ഞു പോയിട്ട് ആ രൂപത്തിൽ ആ മനുഷ്യൻ മാറുമെങ്കിൽ അതിനു വേണ്ടിയിട്ടല്ലേ ലക്ഷങ്ങൾ മുടക്കിയിട്ട് നമ്മുടെ ഹാജിമാര് ഇന്ന് ഹറഫ മൈതാനിയിലേക്ക് കടന്നു പോകുന്നത്. അള്ളാഹു അവരെ അമലുകളൊക്കെ അള്ളാഹു സ്വീകരിക്കുമാറാകട്ടെ. ഇതിൻ്റെ കൂടെ പറയാനുള്ളത്, മാധ്യമങ്ങളിൽ നിന്ന് കേൾക്കാൻ കഴിഞ്ഞ ഒരു വാർത്തയുണ്ട്. ഈജിപ്തുകാരനായ അഹമ്മദ് എന്ന് പറയുന്ന ഒരു മനുഷ്യൻ, 60 വയസ്സായിട്ടുണ്ട് ആ ഒരു മനുഷ്യന്. നിങ്ങൾക്ക് ഈ ഫോട്ടോ കാണുമ്പോൾ ആ മനുഷ്യൻ്റെ അവസ്ഥ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ കഴിയും. ആ മനുഷ്യന് മക്കയിലേക്കാണ് ആദ്യം കടന്നുപോയത്. മക്കയിൽ കടന്നുപോയ ആ മനുഷ്യന് അവിടുത്തെ ഡോക്ടർമാരൊക്കെ പറഞ്ഞു, നിങ്ങൾ ഹറഫയിൽ ഞങ്ങൾ നിങ്ങളെ എത്തിക്കാം, ഹറഫയിൽ എത്തിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഹജ്ജ് കിട്ടി എന്ന് പറഞ്ഞു. കാരണം അള്ളാന്റെ ഹബീബ് പറഞ്ഞിട്ടുണ്ടല്ലോ, അൽ ഹജ്ജു ഹറഫ, ഹറഫയാണ് ഹജ്ജ്. കാരണം ഹജ്ജിൻ്റെ ഒരു മുഖ്യമായ പ്രധാന ഘടകമാണ് ഹറഫയിൽ നിൽക്കുക എന്നുള്ളത്. ഹറഫയിൽ നിന്നാൽ മാത്രമാണ് ഏതൊരു മനുഷ്യനും ഹജ്ജ് കിട്ടുകയുള്ളൂ. അങ്ങനെ ആ മനുഷ്യനെ സ്ട്രെച്ചറിലാക്കിക്കൊണ്ട് ഹറഫയിൽ കൊണ്ടുവന്നപ്പോൾ ആ മനുഷ്യൻ പറഞ്ഞു ഇത്രേ, എനിക്കൊന്ന് ഹറഫയിൽ കാല് കുത്തണമെന്ന്. കാല് കുത്താൻ പോലും കഴിയാത്ത രൂപത്തിൽ ആ മനുഷ്യനെ ഹറഫയിലേക്ക് എത്തിച്ചപ്പോൾ ആ മനുഷ്യൻ്റെ കൽബിലെ അതിയായ ആഗ്രഹമായിരുന്നു, എനിക്ക് ഹറഫയിലൊന്ന് നിൽക്കണമെന്ന്. ആ മനുഷ്യൻ ഹറഫയിൽ നിന്നു. അബ്ദുള്ള ഹാജി എന്ന് പറയുന്ന മലപ്പുറം ജില്ലക്കാരനായ ഒരു മനുഷ്യൻ, ആ മനുഷ്യൻ സംസം വെള്ളം കുടിച്ചിട്ട്, ആ മനുഷ്യന് ഒരു അസുഖമോ മറ്റു കാര്യങ്ങളോ ഒന്നുമില്ല. ആ മനുഷ്യനെ ആ മണ്ണിൽ വെച്ചിട്ട് കുഴഞ്ഞു വീണ് മരിച്ചു എന്ന വാർത്ത കേൾക്കാനായിട്ട് സാധിച്ചു. അബ്ദുള്ള ഹാജി എന്നാണ് ആ മനുഷ്യൻ്റെ പേര്. ആ മനുഷ്യൻ്റെ ഭാര്യ ഹലീമ എന്ന സഹോദരി കൂടെയുണ്ട്. ആയിസ് എന്ന മകനും കൂടെയുണ്ട്. ഇവരെല്ലാവരും കൂടി ഒന്നിച്ച് ഹജ്ജ് ചെയ്യാൻ ആ വിശുദ്ധ മണ്ണിലേക്ക് കടന്നു പോകുമ്പോൾ അവരാലോചിച്ചിട്ടുണ്ടാവൂല തങ്ങളുടെ കൂടെ വാപ്പ തിരിച്ച് നാട്ടിലേക്ക് വരൂല എന്ന്. അള്ളാഹു ആ സഹോദരന് പുറത്തു കൊടുക്കുമാറാകട്ടെ. ഏതൊരു മനുഷ്യനും വല്ലാത്തൊരു പേടി ഉണ്ടാവും ഹജ്ജ് കഴിഞ്ഞാൽ. എന്താ കാരണം എന്നറിയോ? ഹജ്ജ് ചെയ്യലോടുകൂടി ആ മനുഷ്യന് പിന്നെ അവൻ പ്രസവിക്കപ്പെട്ട ഒരു കുഞ്ഞിനെ പോലെയാണ്. അവൻ്റെ തെറ്റുകളൊക്കെ നീങ്ങിയിട്ടുണ്ട്. ഇനി അങ്ങോട്ടുള്ള ജീവിതം എന്താകുമെന്ന ഒരു ഭീതി ആ മനുഷ്യൻ്റെ ഉള്ളിലുണ്ടാകും. കാരണം നമ്മൾ ഏത് രൂപത്തിലാണോ ജീവിച്ചത് ആ രൂപത്തിലേക്കാണ് തിരിച്ചു മടങ്ങി വരുന്നത്. എന്നാൽ അബ്ദുള്ള ഹാജി എന്ന് പറയുന്ന ആ മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം ആ ഒരു പേടി ഇനി ആ മനുഷ്യനില്ല. കാരണം അല്ലാഹുവിൻ്റെ റഹ്മത്തിലേക്ക് ആ മനുഷ്യൻ യാത്രയായിട്ടുണ്ട്, ഒരു ഹാജിയായിട്ട് തന്നെ. അള്ളാഹു സ്വീകരിക്കുമാറാകട്ടെ.